നമ്മൾ എന്തിനാ ഡ്രിങ്കിനാണ്? ഡ്രിങ്കിന്. പൈനാപ്പിൾ ഇതിന്റെ പേരെന്തോ ഡ്രിങ്കിന്റെ? പൈനാപ്പിൾ ജിഞ്ചർ പഞ്ച്. കഴിഞ്ഞ പ്രാവശ്യത്തെ കറി ലീഫ് പഞ്ചായിരുന്നു. പൈനാപ്പിൾ ഇസ് ഗുഡ് ഫോർ ഡൈജഷൻ. ഗുഡ് ഫോർ ഡൈജഷൻ. വെരി ഗുഡ്. അത് എന്തുകൊണ്ടാണ് അതാ ഞാൻ ചോദിക്കാൻ വരുന്നത്. ഇത് നമ്മളിപ്പം ഗ്രിൽ ചെയ്യാൻ വേണ്ടി ഗ്രിൽ ഫിഷ്, കൊണ്ടി ഗ്രിൽ ഫിഷ്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയല്ലേ? നല്ല. ഇപ്പോൾ നാരങ്ങ എടുക്കണോ? ഫുള്ള് ഹാഫോ? നമ്മളിനി കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? നമ്മൾ ആദ്യമേ റൈസ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റൈസ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷ് വെജിറ്റബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ വെജിറ്റബിൾ ഉണ്ടാക്കാം, പാസ്ലി റൈസും ഉണ്ടാക്കാം. ഓക്കെ, അത് ഈ റൈസും റെഡിയാവും. ഗ്രിൽ ഫിഷും ഉണ്ടാക്കും. ഓക്കെ, സൈഡിൽ കൂടെ എല്ലാം ചെയ്യാം. ഓക്കെ. നടക്കുന്നു. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സാർ. ഞങ്ങൾ ചെയ്യുന്ന സാർ ഒരു ഇവിടെ ഉള്ള ഐറ്റം വെച്ചിട്ട് ചെയ്യുന്ന ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈൽ ഫിഷ്, കോണ്ടിനെൻ്റൽ സ്റ്റൈൽ വെജ്, ഒരു റൈസ്, ഒരു ഡ്രിങ്ക്, പിന്നെ ബനാന ഇവിടെ ഉണ്ട്. അത് വെച്ചൊരു സോൾട്ടഡ് ബനാന ഉണ്ടാക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഡെസേർട്ട് ഒക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും? ആണല്ലേ. ഞങ്ങളിവിടെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടു ഇതെല്ലാം. അപ്പോൾ ഇതിനെക്കുറിച്ച് സാർ പറഞ്ഞു ഇനി എന്തൊക്കെയാണെന്നുള്ളത്. ഇതെല്ലാം ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ആണ്. ഗൂസ്ബെറി പിക്കിളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പുളി ഇഞ്ചി പിക്കിൾ. ഞാൻ മാമിൻ്റെ അടുത്ത് പറയായിരുന്നു മിക്കാറും. പിന്നെ എല്ലാം മൈൽഡ് പ്രോഡക്ട്സ് ആണ്. ഇത് മറ്റേ റൈസ് ബ്രാൻ ഓയിൽ. ഇതെല്ലാം പുറത്തേക്കാണ് വിടുന്നത്. ഇവിടെ ഉണ്ട്, ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ചുണ്ട്. കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതിൽ കൊളസ്ട്രോൾ ഫ്രീ ആണ്. റൈസ് ബ്രാൻ ഓയിൽ ഇപ്പം അതെ ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ള ഒരു ഓയിലാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് പേഷ്യൻറ്റിന് വരെ ഈ ഓയിൽ നല്ലതാണെന്നും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു ഐറ്റാണ്. പിന്നെ ഇതിലേത് പുട്ടാണ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പുട്ടാണ്. ഇത് മൈൽ പുട്ട് പൗഡർ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓളിയം കൂടുതലായിരിക്കും. അത്രയ്ക്കും ഡ്രൈ ആയിട്ടുള്ളൊരു പുട്ടുപൊടിയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 1 ഗ്ലാസ്. അതേപോലെ തന്നെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നോ പ്രിസർവേറ്റീവ്സ്, 100% നാച്ചുറൽ. പുട്ട് നനച്ച് വെക്കുന്ന ഇത്ര സമയം നനച്ച് പൊടി വെക്കണം എന്നെല്ലാം പറയുന്നുണ്ടോ? കുറച്ച് കൂടുതൽ സമയം നനച്ച് വെച്ചാൽ അത്ര ടേസ്റ്റ്. അത് ചൂടുവെള്ളമാണോ ഇളം ചൂടോ അങ്ങനെ വല്ലതും ഉണ്ടോ? സാധാ വെള്ളം, പച്ചവെള്ളത്തിൽ പൊടി അത്ര 1 കിലോ പൊടി. അപ്പം നമ്മൾ 1 കപ്പിനകത്ത് പൊടി എടുക്കുക. ഓക്കെ, അതുണ്ട്. കുറച്ച് മതിയാവും. നമുക്ക് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് എത്ര കുറ്റി പുട്ട് വരെ ഏകദേശം? ഇതില് എനിക്ക് ഒരു 10 കുറ്റി പുട്ട് തന്നെയും വരും. ഇത്ര 1 കിലോ ഒരു ഫാമിലിക്കൊക്കെയാണ് നല്ല. പിന്നെ വേറെ സ്പെഷ്യാലിറ്റീസ് റൈസിന്റെ നമ്മുടെ മട്ട റൈസാണ്. അതെല്ലാം പുറത്തേക്ക് അവിടെ വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറയാം. ഫൈബർ കണ്ടന്റ് എല്ലാം പ്ലേറ്റിലേക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുത്തിയെടുക്കുന്ന അരിയാണ്. നമ്മുടെ ഒരു വെജിറ്റബിൾ സോട്ടേ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിഷിലേക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഫിഷ് ഞാൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാം. കുറച്ച് മതിയല്ലോ? ഒലിവ് ഓയിൽ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ. കുറച്ചും കൂടെ നമ്മൾ എക്സ്ട്രാ പിന്നെ ഇടുക അല്ലേ ഗാർലിക്.
അത് കഴിയുമ്പോഴത്തേക്ക് റോസ്മേരി ഇട്ടുന്നു. ഇനി നമുക്ക് ഫിഷ് ഇടാം. ഷെഫിന് ഈ നോയമ്പായതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ചാലഞ്ചസ് ഉണ്ടോ? എനിക്കോ? വരുന്ന ഗസ്റ്റ് ആ ഹോട്ടലിലൊക്കെ വരുന്ന ഗസ്റ്റ് പറയുമോ ഇന്നത് ഉണക്ക് വെജിറ്റേറിയനും? ആ ഉണ്ട് ഉണ്ടോ? പ്രത്യേകിച്ച് നോയമ്പിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഗസ്റ്റുകൾ വരുന്നുണ്ട്. പുറത്തുനിന്നുള്ളവർക്ക് പുറത്തുനിന്നുള്ള നോയമ്പുണ്ട്, പക്ഷേ അവർ ഏതെങ്കിലും ഒരു സാധനം ഇഷ്ടമുള്ള ഒരു സാധനം അവോയ്ഡ് ചെയ്യും. മാറ്റി വെക്കും. നമുക്കിത് സെറ്റ് ചെയ്ത് തന്നെ പ്ലേറ്റിൽ ഹോട്ടലിൽ എങ്ങനെ കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പ്രൊഫഷണൽ ടച്ച് അല്ലേ? ഓൾറൈറ്റ്. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. രണ്ട് റെഡി ആയിട്ടുണ്ട്.